ആദ്യത്തെ നമ്മുടെ ഇന്ത്യ ഗ്രോവിന്റെ പ്രൊഡക്റ്റിനെ പറ്റി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ് ഭൂ അസ്ത്ര. ഭൂ അസ്ത്ര എന്താണ് ഭൂ അസ്ത്ര എന്ന്? പേര് പോലെ തന്നെ അസ്ത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആയുധമാണ്. അപ്പം എന്തിനെതിരെയുള്ള ആയുധമാണ്? ഭൂമിയിലുള്ള കീടങ്ങൾക്ക് എതിരെ. അപ്പൊ ഭൂമിയിലുള്ള കീടം എന്ന് ഞാൻ ഇപ്പം ആ ഒരു കാറ്റഗറി പറഞ്ഞപ്പോഴത്തേക്കും ഇത് ഏത് വിഭാഗത്തിലുള്ളതാണ്? സോയിൽ ഇൻസെക്ട്സ് ആണ് അല്ലെ? ഞാൻ പറഞ്ഞ 4ാമത്തെ വിഭാഗത്തിൽ വരുന്നതാണ്. അതിൽ വരുന്ന കീടങ്ങൾ എന്തൊക്കെയാണ്? സ്റ്റെം ബോറർ, സ്ട്രെയിനർ, വൈറ്റ് ഇൻസെക്ട്സ് വരുന്നുണ്ട്, ടെർമൈറ്റ്സ് ഒക്കെയും വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഭൂ അസ്ത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസ്ത്രമാണ്. എന്തിനെതിരെയുള്ള അസ്ത്രമാണ്? ഭൂമിയിൽ വസിക്കുന്ന നമ്മുടെ ചെടിക്ക് ഹാനികരമാകുന്ന കീടങ്ങൾക്ക് എതിരെയുള്ള ഒരു അസ്ത്രം എന്നുള്ള ഒരു രീതിക്കാണ് നമ്മളുടെ ഇന്ത്യ ഗ്രോ പ്രൊഡക്റ്റിന് ഭൂ അസ്ത്രം എന്നുള്ള ഒരു പേര് വന്നിരിക്കുന്നത്. ഈ അറിയായിരിക്കും നമ്മളുടെ ഏറ്റവും വലിയ 80% ഉള്ള കർഷകരും ചെയ്യുന്നത് നെൽകൃഷിയാണ്. അപ്പം നെൽകൃഷിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നതാണ് ഈ മണ്ണിലുള്ള ഈ സ്റ്റെം ബോറർ, സ്ട്രെയിനർ, ടെർമൈറ്റ്സ് പോലുള്ളതൊക്കെ കാരണം അതിന്റെ റൂട്ടിനെ, അതിന്റെ വേരിനെയാണ് നശിപ്പിക്കുന്നത്. അപ്പൊ വേരിനെയൊക്കെ നശിപ്പിക്കുമ്പോഴത്തേക്കും ഉണ്ടായി വരുന്ന നെല്ല് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പൊള്ളയായിട്ടുള്ള നെല്ലായിരിക്കും. അതിനകത്ത് ഒന്നും ഉണ്ടാവില്ല. അതേപോലത്തെ പാടങ്ങളൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് എന്താണ്, ഒരു പോഷകങ്ങളോ ഒന്നും എത്താതെ, വെള്ളവും വളവും ഒന്നും എത്താതെ. അപ്പം ആൾക്കാരെന്താണ് ഒരുപാട് വെള്ളം ഇടുന്നുണ്ട്, വളം ഇടുന്നുണ്ട്, പക്ഷെ നെല്ലിലേക്കൊന്നും ആ ഒരു ചെടിയിലേക്കൊന്നും തന്നെ കയറുന്നില്ല. എല്ലാം വരണ്ട് ഉണങ്ങിയിരിക്കുന്നത്. ഈ ഒരു പ്രശ്നം ഒരുപാട് കർഷകർ നേരിടുന്ന ഒരു പ്രശ്നമാണ്. അതെന്തുകൊണ്ടാണ്? അതിലേക്ക് ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ, ഈ മണ്ണില് ഇത്തരത്തിലുള്ള ഇൻസെക്ട് ഉള്ളതാണ്. അപ്പം അതിനെതിരെയായിട്ടുള്ള നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ആണ് ഭൂ അസ്ത്ര എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം എത്രയാണ് ഇത് വരുന്നത്? 2 കിലോ ആണ് നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റില് വരുന്നത്. അപ്പം ഇവിടെ നിങ്ങൾ ഒരു കാര്യം ഓർത്ത് വെക്കാനായിട്ടുള്ളത്, നമ്മുടെ എല്ലാ പ്രോഡക്ട്സും 1 ഏക്കറില് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. നമ്മളുടെ എല്ലാ പ്രൊഡക്ട്സും 1 ഏക്കറിൽ ഉപയോഗിക്കാവുന്ന രീതിയിലാണ്. അതായത് 2 കിലോ എന്ന് പറയുമ്പോൾ പെർ ഏക്കർ ആണ്, 1 ഏക്കറിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഇത് വളരെ വലിയൊരു മാർക്കറ്റാണ് നിങ്ങൾക്ക് മുൻപിൽ. എല്ലാ കർഷകരും അല്ലെ, ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ഒരു പ്രശ്നം എല്ലാവരും നേരിടുന്നതാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പോയിസൺ ഫ്രീ ആയിട്ടുള്ളതാണ്, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒന്നാണ്. ഇപ്പം ഇവിടെ പറയാനായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സർക്കാർ, ഗവൺമെന്റ് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും റെഡ് ട്രയാങ്കിൾ ലേബലിൽ മാർക്ക് ചെയ്തിട്ടുള്ള പാക്കറ്റുകൾ, റെഡ് ട്രയാങ്കിളിൽ മാർക്ക് ചെയ്തിട്ടുള്ള പാക്കറ്റുകളൊക്കെയും നമ്മുടെ ഗവൺമെന്റ് ബാൻ ചെയ്തിട്ടുള്ളതാണ്, നിരോധിച്ചിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് അത് നിരോധിച്ചിട്ടുള്ളത്? കാരണം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പലതരത്തിലുള്ള മാരകങ്ങളായിട്ടുള്ള ഒരു വിഷമാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അത് ബാൻ ചെയ്തിട്ടുള്ളത്. ഒരുപാട് കർഷകരാണ് അറിയാതെ ഇത് കഴിച്ചത് കൊണ്ട് മൂലം അവർ മരണപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ സർക്കാർ ഈ റെഡ് ട്രയാങ്കിൾ വരുന്ന മാർക്കോട് കൂടിയുള്ള പ്രോഡക്ട്സ് ഒക്കെയും നിർത്തലാക്കിയിട്ടുള്ളത്. അതെന്താണ് ഈ റെഡ് ട്രയാങ്കിൾ? ഞാൻ പറഞ്ഞു, മാരകങ്ങളായിട്ടുള്ള ഒരു വിഷങ്ങളാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. അപ്പൊ അതൊക്കെ ബാൻ ചെയ്തിരിക്കുകയാണ്. അപ്പം നമുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വിശാലമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ മുൻപിൽ കിടക്കുന്നത്. അപ്പം ഈ ഇൻസെക്റ്റുകളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വൈറ്റ് ഗ്രബ്സ് ഉണ്ടാകും, ടെർമൈറ്റ്സ് തുടങ്ങിയവയൊക്കെ. അപ്പൊ അതിന്റെ റൂട്ടിനെയാണ് അത് നശിപ്പിക്കുന്നത്. അതുവഴി ഒരു പോഷകങ്ങളോ ഒന്നും തന്നെ ചെടിക്ക് എത്തുന്നില്ല. അപ്പം ഇതിനൊക്കെ എതിരെയുള്ളതാണ് നമ്മുടെ ഭൂ അസ്ത്രം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം എപ്രകാരമാണ് ഈ പറഞ്ഞ ഭൂ അസ്ത്രം നിങ്ങൾ ഉപയോഗിക്കേണ്ടത്? 2 കിലോ ആണ് വരുന്നത്. 1 ഏക്കറിൽ 2 മുതൽ 4 കിലോ ഉപയോഗിക്കാം, അല്ലെങ്കിൽ 2 കിലോ ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക്.